വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിൽ നവോത്ഥാന നടത്താൻ ഇറങ്ങിത്തിരിച്ച സർക്കാർ ഇന്ന് മറുകണ്ഠം ചാടിയിരിക്കുകയാണ്. അയ്യപ്പ സംഗമവുമായാണ് നമ്മുടെ പിണറായി സർക്കാർ രംഗത്ത് വരുന്നത്. അതെന്താണ്, തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണോ? സംശയം എന്ത്? തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തന്നെയാണ് അയ്യപ്പനെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. പിന്നെ ചെയ്ത പാവങ്ങളൊക്കെ കഴുകി കളയണമല്ലോ. പക്ഷെ അതിനകത്ത് ഒരു ദുഷ്ടലാക്കുണ്ട്. അതാണ് ഈ പറയുന്നത് പോലെ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് പുണ്യം കിട്ടാനൊന്നുമല്ല. കൃത്യമായിട്ട് അത് വോട്ട് പിടിക്കാനും ഒപ്പം ഹിന്ദു വോട്ട് ബാങ്ക് തകർക്കാനും വേണ്ടിയിട്ടാണ്. ഇപ്പോൾ CPM ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അതിനെയാണ്. അവർക്ക് മുസ്ലിം വോട്ട് ബാങ്കിനെയോ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെയോ അവർ ഭയപ്പെടുന്നില്ല. എന്നാൽ അതൊന്നും ഒരിക്കലും ഒരു കാലത്തും CPMൻ്റെ കൂടെ നിന്നവരല്ല. ഇടയ്ക്കിടയ്ക്ക് CPMനെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് സഹായിക്കും എന്നേ ഉള്ളൂ. പക്ഷെ ആത്യന്തികമായിട്ട് അതൊരു UDF രാഷ്ട്രീയമായിരുന്നു. എല്ലാ കാലത്തും CPMനെ സഹായിച്ചത്, CPMനെ നിലനിർത്തിയത്, സഹായിച്ചതല്ല നിലനിർത്തിയത്, അങ്ങനെ തന്നെ പറയണം, അത് ഹിന്ദു വോട്ട് ബാങ്കാണ്. പ്രത്യേകിച്ചും ഈഴവാദി പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ടാണ് CPMനെ എല്ലാ കാലത്തും രക്ഷിച്ചത്. അത് തകർന്നു തുടങ്ങിയിരിക്കുന്നു. കാരണം ഇനിയും അവരെ പറഞ്ഞു പറ്റിക്കാൻ പറ്റില്ല. ഇന്ന് കാലം മാറി, സോഷ്യൽ മീഡിയയൊക്കെ വളരെ ശക്തമാണ്. നോക്കൂ, ഈ BJPയെ വലിയ സവർണ പാർട്ടിയാണെന്നൊക്കെ ഇവരെ ആക്ഷേപിക്കും. പക്ഷെ BJP കേന്ദ്രത്തിൽ ഏറ്റവും കൂടുതൽ MP ദളിത് അടക്കം പിന്നാക്ക വിഭാഗങ്ങൾ, OBC അടക്കമുള്ള ഏറ്റവും കൂടുതൽ MP BJPക്കാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു OBC വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതി പട്ടികവർഗത്തിൽ നിന്ന്, പട്ടികജാതിക്കാരിലും താഴെയുള്ള പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളാണ്. അതും ഒരു വനിതയാണ്. ഇത് പ്രാവർത്തികമാക്കുന്നത് BJP സവർണ ഹിന്ദു പാർട്ടിയാണെന്നും സവർണ ഫാസിസ്റ്റ് ആണെന്നും ഒക്കെ ഇവർ ആരോപിക്കുമ്പോൾ അതിന് മറുപടി BJP കൊടുക്കുന്നത് ഈ തരത്തിലാണ്. ഏറ്റവും കൂടുതൽ ദളിത് MP സംഭാവന ചെയ്യുക, ഏറ്റവും കൂടുതൽ OBC MP സംഭാവന ചെയ്യുക, പ്രധാനമന്ത്രിയെ OBC വിഭാഗത്തിൽ നിന്ന് കൊണ്ടുവരിക, അതുപോലെ രാഷ്ട്രപതിയെ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്ന പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് കൊണ്ടുവരിക. അതിനു മുമ്പ് രാഷ്ട്രപതി ആയിരുന്നത് പട്ടികജാതി വിഭാഗത്തിലുള്ള ഒരാളാണ്. അപ്പോൾ ഇത് പ്രാവർത്തികമാക്കി കാണിക്കുന്നത് BJPയാണ്. മറ്റവരെന്താ, വലിയ വായിലെ വിളിച്ചു പോകും, ഞങ്ങൾ ദളിത് സ്നേഹികളാണ്, ഞങ്ങൾ പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ പിന്നാക്ക വിഭാഗങ്ങളുടെ പാർട്ടിയാണ് എന്നൊക്കെ പറയും. പക്ഷേ ചോദിക്കട്ടെ, ഈ മന്ത്രിസഭയിൽ, കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിസഭയിൽ ഒരു ഈ പറയുന്ന ഒരു സംവരണ വകുപ്പിലല്ലാതെ എത്ര പട്ടികജാതിക്കാരെ പട്ടികവർഗക്കാരെ ഇവർ മന്ത്രിയാക്കുന്നു? ആ ഒരു വിഭാഗത്തിലല്ലാതെ ഈ കേരളം മാറി മാറി ഭരിച്ച ഇടത് വലത് മുന്നണികൾ എത്ര പേർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്? എത്ര പട്ടികജാതിക്കാർക്ക്, എത്ര പട്ടിക വിഭാഗക്കാർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്? എന്താ അതിലൊന്നും കഴിവുള്ളവർ ഇല്ലേ? അതിലൊന്നും മിടുക്കന്മാരില്ലേ? എന്തുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് AK ബാലനെ അവതരിപ്പിക്കുന്നില്ല CPM? എന്തുകൊണ്ട്? ബാലൻ എന്താ മോശക്കാരനാണ്? അദ്ദേഹം 5 കൊല്ലം വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിയായിരുന്നു. ഒരു അഴിമതി ആരോപണം അദ്ദേഹത്തിൻ്റെ പേരിൽ ഉയർന്നിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു വിരൽ ചൂണ്ടാവുന്ന ഏതെങ്കിലും ഒരു ആക്ഷേപം ഏതൊരു രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും ഇല്ലല്ലോ. അദ്ദേഹം അടിയുറച്ച പിണറായി പക്ഷക്കാരനാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഒക്കെ ശരിയാണ്. രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിനോട് വിയോജിപ്പുണ്ടാകാം. പക്ഷെ അദ്ദേഹത്തിനെതിരെ വിരൽ ചൂണ്ടാൻ കഴിയുന്ന, അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കാൻ കഴിയുന്ന ഒരു സംഭവം നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് അദ്ദേഹത്തിന് കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നില്ല? ഇപ്പോഴിതാ പ്രായം പറഞ്ഞ് അദ്ദേഹത്തെ ഒതുക്കുകയും ചെയ്തു. അതുപോലെ K രാധാകൃഷ്ണൻ സ്പീക്കറായിരുന്നയാളാണ്, മന്ത്രിയായിരുന്നയാളാണ്. ഈ K രാധാകൃഷ്ണനെ രാജിവെപ്പിച്ച് പാർലമെന്റിലേക്ക് പറഞ്ഞു വിട്ടു. എന്തിനാണ്? പാർലമെന്റിൽ പോയിട്ട് അവിടെ എന്ത് ചെയ്യാനാണ്? കാരണം ഈ ഒരു സീറ്റെങ്കിലും ജയിക്കണമെങ്കിൽ K രാധാകൃഷ്ണൻ വേണം. K രാധാകൃഷ്ണൻ അല്ലാതെ വേറെ ആര് മത്സരിച്ചാലും ജയിക്കില്ല ആലത്തൂര്. ഈ സത്യം അറിയാവുന്നത് കൊണ്ടല്ലേ മന്ത്രിയായിരുന്ന അദ്ദേഹത്തെ രാജിവെപ്പിച്ച് കുരുതി കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ CPMന് അടവ് നയങ്ങളാണ്. ഇതൊക്കെ അവർ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കും, വേണേ ആഗോള അയ്യപ്പ ബിന്ദു അമ്മണി അടക്കമുള്ളവർ പറഞ്ഞിരിക്കുകയാണ് അതെ പങ്കെടുക്കുമെന്ന്. ബിന്ദു അമ്മണി മാത്രമല്ല, ഞാൻ പറഞ്ഞ രഹ്ന ഫാത്തിമയും കൊണ്ടുവരണം. എന്താ, രഹ്ന ഫാത്തിമയെ കൂടെ കൊണ്ടുവന്ന് അവിടെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുപ്പിക്കണം. അവർ വലിയ അയ്യപ്പ ഭക്തയാണെന്നല്ലേ നിങ്ങളൊക്കെ പറയുന്നത്? CPM അതല്ലേ പറയുന്നത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ രഹ്ന ഫാത്തിമയെയും ബിന്ദു അമ്മിണിയെയും കനകദുർഗയൊക്കെ അവിടെ ശബരിമലയിൽ കൊണ്ട് കയറ്റാൻ അവർക്ക് ധൃതിയായിരുന്നല്ലോ. നിങ്ങളും കൂടി ചേർന്നിട്ടല്ലേ ഇതൊക്കെ ചെയ്തത്?
ഒരു സുപ്രീം കോടതിയുടെ വിധിയെ മുൻനിർത്തി അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നിങ്ങളൊക്കെ അല്ലേ ചെയ്തത്? ഇത് ഭക്തരുടെ വികാരം കണക്കിലെടുത്താണോ ഇതൊക്കെ ചെയ്തത്? ഭക്തർക്ക് അങ്ങനെ ആയിരുന്നോ താല്പര്യം? അതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. അത് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ അയ്യപ്പ സംഗമം സെപ്റ്റംബർ 18-നും 21-നും ഇടയ്ക്ക് സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ക്ഷണിക്കപ്പെട്ട ഡെലിഗേറ്റുകൾ, ക്ഷണിക്കപ്പെട്ട പ്രതിനിധികൾക്കാണ് പ്രവേശനം. 3000 പേര് പങ്കെടുക്കും. 3000 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന വേദിയാണ്, ഒരു പന്തലാണ് അവിടെ നിർമ്മിക്കുന്നത്. പമ്പയിൽ വെച്ചാണ് ഇത് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ പമ്പ വരെ എല്ലാവർക്കും വരാമല്ലോ. ശബരിമലയിൽ കൊണ്ടുവച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം 4.5 കിലോമീറ്റർ നടക്കണം, കയറി ഇറങ്ങി നടക്കണം. 4.5 9 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ട്രാക്ടറിലൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഹൈക്കോടതി ക്ലിപ്പിടും. പോകണമെങ്കിൽ നടന്നു പോയിക്കോണം. അവിടെ ട്രാക്ടറിൽ പോയതിന് അറിയാം, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കേട്ട പഴി എന്താണ്, കോടതിയിൽ നിന്ന് കിട്ടിയ ശാസന എന്താണെന്ന് മാധ്യമങ്ങളിലെല്ലാം വന്നു. അതുകൊണ്ട് ഈ പറഞ്ഞ 3000 പേരും കൂടി ട്രാക്ടറിൽ തള്ളിപ്പിടിച്ച് അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. പറ്റുമായിരുന്നെങ്കിൽ ഈ അയ്യപ്പ സംഗമം ശബരിമലയെ വെച്ച് നടത്തി അത് വോട്ടാക്കാൻ ശ്രമിക്കുമായിരുന്നു. ഞങ്ങളൊക്കെ അയ്യപ്പനെ പിന്തുണയ്ക്കുന്നവരാണ്, അയ്യപ്പ വിശ്വാസികളാണ് എന്നും പറഞ്ഞ് അത് വോട്ടാക്കി. ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുൻപ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾക്ക്, മന്ത്രിമാർക്ക് അവിടെ പോയി ഒന്ന് തൊഴാനുള്ള ഒരു അനുവാദം പാർട്ടി നൽകിയിരുന്നെങ്കിൽ ഗുണകരമായിരിക്കും. ഇത് ഭക്തർ വരുമ്പോൾ അല്ലേ, ഈ പ്രതിമ കണക്ക് അവർക്ക് ശല്യമായി നിൽക്കുന്ന ഒരു ഇപ്പോൾ ചടങ്ങായി മാറിയിട്ടുണ്ട്. ആ ചടങ്ങൊന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ ഭക്തജനങ്ങൾക്ക് വലിയ ഉപകാരം. ശബരിമലയിൽ പോയി മന്ത്രിമാർക്ക് തൊഴാനുള്ള അനുവാദം പാർട്ടി കൊടുക്കൂല. നിങ്ങൾ പാർട്ടി പ്ലീനനം പ്രതിമാണക്ക് നിൽക്കാൻ ആരാണ് അനുവാദം? പ്രതിമാണക്ക് നിൽക്കും, കാരണം ദേവസ്വം മന്ത്രിയല്ലേ, അധികാരത്തിന്റെ ചിഹ്നമാണ്, അതൊക്കെ നിൽക്കും. ഈ അവിടെ ചെന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണ്, സകല പാപവും ക്ഷമിക്കണേ, ഞങ്ങൾ ചെയ്തു പോയ സർവ്വ അപരാധങ്ങളും പൊറുക്കണേ അയ്യപ്പ എന്നാണ് ഉള്ളിൽ പ്രാർത്ഥിക്കുന്നത്. പാർട്ടി പ്ലീനനത്തിൽ എന്താ പറഞ്ഞേ? ആ ഗണപതി ഹോമം നടത്തരുത്, പാർട്ടി അംഗങ്ങൾ അമ്പലത്തിൽ പോകരുത് അല്ലേ. എന്നാൽ അതേസമയം പാർട്ടി സമ്മേളനത്തിൽ നിസ്കാരപ്പായി വിരിക്കാം, കുഴപ്പമില്ല, അതിന് പ്രശ്നമില്ല. പിന്നെ കഫിയ ധരിച്ചുകൊണ്ട് പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. അത് പോളിറ്റ് ബ്യൂറോ തൊട്ട് ഇങ്ങോട്ട് ഏറ്റവും താഴെ മാറ്റം വന്നിട്ടുണ്ടോ സംശയമുണ്ട്. ഗോവിന്ദൻ ഈ ജോൾസിനെ കണ്ടത്, ഗോവിന്ദൻ ജോൽസിനെ കണ്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് പച്ച തൊടില്ല എന്ന് ഗോവിന്ദനും അറിയാം. AKG സെന്ററിന്റെ ഉദ്ഘാടനം നടന്നതിന് 10ാം ഉദയത്തിനാണ്. 10ാം ഉദയത്തിന് സമയം നോക്കിയാണ് ഏറ്റവും മികച്ച ഡേറ്റ് കുറിച്ച് കൊടുത്ത ജോൽസിനായിരിക്കും പൊതുവാളല്ലേ. അതെ, പൊതുവാളിനെ കാണാൻ പോയത് തന്നെ അതിനായി കൂടെ. ഈ 10ാം ഉദയത്തിന് ഏറ്റവും നല്ല മുഹൂർത്തത്തിലാണ് അവിടെ പാല് കാച്ചി കയറിയിരിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇനി എത്രയൊക്കെ നല്ല മുഹൂർത്തമാണെങ്കിലും, എത്രയൊക്കെ നല്ല ദിവസമാണെങ്കിലും, എത്രയൊക്കെ നല്ല നക്ഷത്രമാണെങ്കിലും ശരി, ഉദ്ഘാടനം ചെയ്തതും കയറിയതും ഒക്കെ ആരാ? ഈ മാൻഡ്രേക്ക് എഫക്റ്റ് എന്ന് നമ്മൾ പറഞ്ഞ് കേൾക്കുന്നത് പ്രത്യക്ഷത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ മാൻഡ്രേക്ക് എഫക്റ്റ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, അത് നമുക്ക് നല്ല കാര്യങ്ങളല്ല. അയ്യപ്പ സംഗമം സംഘടിപ്പിക്കൂ. ശബരിമലയുടെ ഉന്നമനത്തിന് വേണ്ടി അവിടെ എത്തുന്ന ഭക്തർക്ക് സ്വസ്ഥമായി സമാധാനത്തോടെ ഒരു നിമിഷമെങ്കിലും അയ്യപ്പൻ്റെ മുന്നിൽ നിന്ന് കൈകൂപ്പി പ്രാർത്ഥിച്ച് തങ്ങളുടെ എന്താ പറയുക ദുഃഖഭാരങ്ങൾ അവിടെ ഇറക്കി വെച്ച് അയ്യപ്പൻ്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ച് മടങ്ങിപ്പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. അതല്ലേ ആദ്യം വേണ്ടത്. അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ ലോപം വരുത്താതെ വളരെ കൃത്യമായിട്ട് നടത്തിക്കൊണ്ടു പോകാനുള്ള ഭക്തരുടെ വിശ്വാസം, അതിൻ്റെ യുക്തിയൊന്നും തേടണ്ട നിങ്ങൾ. അതിന് യുക്തിയൊന്നും അന്വേഷിച്ച് അയ്യപ്പനെ ന്യായീകരിക്കാനൊന്നും നിങ്ങൾ നിൽക്കണ്ട. പക്ഷേ ഭക്തരുടെ വിശ്വാസമാണ്, അവരുടെ സങ്കല്പമാണ്, അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവരാർക്കും ഒരു ശല്യം ഉണ്ടാക്കുന്നില്ലല്ലോ. അവരവരുടെ വ്രതം എടുത്ത് അയ്യപ്പസ്വാമിയെ കാണാൻ വേണ്ടിയിട്ട് അവർ ശബരിമലയിൽ വരുന്നു. വന്ന് കണ്ട് അവർ തൊഴുത് അവരുടെ ദുഃഖവും സന്തോഷവും സങ്കടവും ഒക്കെ അയ്യപ്പനോട് പങ്കുവെച്ചിട്ട് അവർ പൊയ്ക്കൊള്ളട്ടെ. അവരുടെ ദുഃഖഭാരം, ആ കെട്ടുകൾ, ഇരുമുടി കെട്ടുകൾ അവർ അയ്യപ്പൻ്റെ മുന്നിലാണ് സമർപ്പിക്കുന്നത്. അങ്ങനെ സമർപ്പിച്ചിട്ട് അവർ പൊയ്ക്കോട്ടെ. അതിന് വേണ്ടുന്ന സൗകര്യം ചെയ്തു കൊടുക്കൂ ദേവസ്വം ബോർഡ്, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഏർപ്പാടാക്കൂ ദേവസ്വം മന്ത്രി. അതല്ലാതെ നിങ്ങൾ ഈ പിത്തലാട്ടം നടത്തിയത് കൊണ്ടൊന്നും കാര്യമില്ല. ഈ അയ്യപ്പ സംഗമം നടത്തിയെന്നും പറഞ്ഞ് കേരളത്തിൽ ഇനി നിങ്ങൾക്കൊരു പുതിയ വോട്ട് ബാങ്ക് ഒന്നും സൃഷ്ടിക്കാൻ അതുകൊണ്ട് സാധിക്കില്ല. ഇത് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് ഇതൊക്കെ ചെയ്യുന്നത്? കേരളം മുഴുവനും കണ്ടതല്ലേ, ലോകം മുഴുവനും കണ്ടതല്ലേ
രണ്ട് ചെറുപ്പക്കാരികളെ സകല ഭക്തരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഭക്തരുടെ ഹിതം അവരുടെ മനസ്സിന് ആഴത്തിലുള്ള മുറിവേൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്ത പ്രവൃത്തി, ഇതൊക്കെ ഭക്തരെത്ര പെട്ടെന്ന് മറക്കുമോ? 2019 തൊട്ട് നിങ്ങൾ അതിൻ്റെ തിക്തഫലം അനുഭവിച്ചു വരികയല്ലേ. ഈ കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ 2021 നിങ്ങളുടെ ഗതി എന്താകുമായിരുന്നു? അപ്പോൾ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ അയ്യപ്പ സംഗമം പറഞ്ഞതുപോലെ അയ്യപ്പ ഭക്തരുടെ ശബരിമലയുടെ ഒക്കെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി അയ്യപ്പ ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് ഒക്കെ ആയിട്ടാണ് സംഘടിപ്പിക്കുന്നതെങ്കിൽ നല്ലത്. അത് ദേവസ്വം ബോർഡിന് പിന്തുണ കിട്ടും. അല്ല, രാഷ്ട്രീയ കളിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതിൽ നിന്ന് മുതലെടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ തിരിച്ചടി നൽകും. അയ്യപ്പൻ നിസ്സാരക്കാരനല്ല, ആപദ്ബാന്ധവനാണ്. പറഞ്ഞതുപോലെ മണിച്ചിത്ര പൂട്ടിട്ട് ധർമ്മശാസ്താവ് നിങ്ങളെ പൂട്ടും എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ.